കേരളം കടക്കെണിയിലാണെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കും കേന്ദ്രവും കടമെടുക്കുന്നില്ലേന്ന്. രണ്ടും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാലറീസും പെൻഷൻസും കൊടുക്കാനാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നമ്മളിവിടെ ചെയ്യുന്നില്ല. നമ്മൾ ലോൺ എടുക്കുന്ന സമയം ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ലോൺ എടുക്കുന്നില്ലെന്ന്. കേന്ദ്ര സർക്കാർ ലോൺ എടുക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ആ സാധനം അസറ്റ് ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്, റവന്യൂ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഈ ലോൺ എടുക്കുന്നതുകൊണ്ട് പെൻഷൻ കൊടുക്കാനാണ് എടുക്കുന്നത്. പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ അസറ്റ് ഉണ്ടാക്കുന്നില്ല, റവന്യൂ ഉണ്ടാക്കുന്നില്ല. റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് നമ്മൾ ഈ സാധനത്തിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുവഴി ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു, സർക്കാരിന്റെ ടാക്സ് കൂട്ടുന്നു. ആ പരിപാടി ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ അക്യൂട്ട് ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകും. ആ അക്യൂട്ട് ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബെയിൽ ഔട്ട് പാക്കേജ് പോലത്തെ സാധനങ്ങൾക്കേ പറ്റുള്ളൂ. അതിന് ഫേവറബിൾ ആയിട്ട് കേന്ദ്ര സർക്കാരൊക്കെ തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. പണി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ബജറ്ററി ആക്ടിവിറ്റീസ് ഇല്ലേ, ആ ബജറ്ററി ആക്ടിവിറ്റീസ് നമുക്ക് നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വരും. അപ്പൊ എങ്ങനെയാ ഒരു സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാ സാലറീസ് പേ ചെയ്യാതെ, ഇൻഫ്രാസ്ട്രക്ചറിന് പൈസ ഇല്ലാതെ നമ്മൾ എങ്ങനെ പോകും?